അങ്ങനെ തളരല്ലേ, ഒന്നുകൂടി. ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യാൻ വരുമായിരുന്നു ബാബു. എലിയുടെ പ്രണയം. വേറെ കോമ്പറ്റേറ്റീവ് സ്ട്രീമേഴ്സ് ഒക്കെ വന്നു കേട്ടാ. സൗണ്ട് ഇല്ല അതിന്. ലോസ്റ്റ് സൗണ്ട് ഇല്ല. ഇനി ഞാൻ തളരില്ല. ഇനി ആർക്കും എന്നെ നെറ്റ് പോകാൻ തോന്നുന്നു പുള്ളിയുടെ. ഈ കമന്റ് ഇട്ടവനൊക്കെ വന്നോ? തിരിച്ചു വന്നോ? എത്താൻ പറ്റില്ല. നെറ്റ് ഷോ കേട്ടോ പുള്ളിയുടെ. നിങ്ങള് 1000 രൂപ സൂപ്പർ സെറ്റ് ചെയ്ത് എന്റെ ഒരു പഴയ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത 5000 10,000 10 ദിവസം 10 1000 സൂപ്പർ ചാറ്റ് ലക്ഷ്മി കള്ളൻ. 10 ദിവസം 10 കഥ ഞാൻ പറയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ എന്റെ പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഏകദേശം 2 years മുന്നെയാണ് എന്റെ ഫസ്റ്റ് കാമുകിയായ ഗീതലിനെ പരിചയപ്പെടുന്നത്. 2 years മുന്നേ പരിചയപ്പെട്ട ഗീതലിനെ ഞാൻ ഏകദേശം 8 മാസം കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലായത്. 9ാമത്തെ മാസം ശീതൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതായിരുന്നു എന്റെ പ്രണയം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ കവിതാക്കളെ കാണുമ്പോൾ എനിക്ക് പുണ്യം മാത്രം. ഇപ്പോഴും ജീവിച്ചിരുന്നിട്ടും പല അഭിഹിതങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അഭിഹിതങ്ങളിൽ ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാബു നമ്പൂതിരി ഗേൾസ് ഓൺലി. സൂപ്പർ ചാറ്റ് വരട്ടെ. എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഒരുപാട് കോമ്പറ്റീറ്റീവ് സ്ട്രീമേഴ്സ് ലൈവ് ഇടുന്നുണ്ട്. പക്ഷെ ആർക്കും പറ്റത്തില്ല. ഈ 10 രൂപ വെച്ചൊക്കെ കഷ്ടപ്പെട്ട് അയക്കുന്ന ദൈവം അയക്കാതിരിക്കാവുന്ന വീരപ്പൻ അണ്ടിയോ? ഓ സോറി, വീരപ്പൻ അണ്ടി, വെൽക്കം ടു ദി സ്ട്രീം. 10,000 സൂപ്പർ ചാറ്റ് മുത്തുമണിക്ക് താങ്ക് യു സോ മച്ച്. മുരളി 5-10 വെച്ച് ചെയ്യുന്ന മുരളി ഒന്ന് 1 രൂപ. ദേവക്കുട്ടി ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. വേറെ കരുത്തൊന്നുമില്ല. മന്ദാരം താങ്ക് യു സോ മച്ച്. W ലൈവ് ബ്രോ, ലവ് യു. ഹായ് ബേബി. എലിക്കുട്ടി ഹായ്. ഓ സോറി, ഹായ് ബാബു. എലിക്കുട്ടി ഹായ്. ഡൗൺലോഡ് ചെയ്തെടുക്കട്ടെ ഒരു മിനിറ്റ് പോലെ. കഥ കണ്ടിന്യൂ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാണ് എനിക്കൊരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഗാലറി ഗൈസ് കം ഓൺ. അത് പറയണേ ഗോൾ അടിക്കണം. ഇത് ലൈവ് ബാബു നല്ല വരുമാനം വന്നോണ്ടിരുന്ന സമയം നീ ലൈവ് നിർത്തിയത്. വരുമാനം എങ്ങനെ എടുക്കാൻ പറ്റും നോക്കട്ടെ. ട്രാൻസ്ഫർ കോയിൻ കൊടുക്ക്. നല്ല വരുമാനം വന്നോണ്ടിരുന്ന കേട്ടോ സത്യം പറഞ്ഞ. എലിയുടെ തീരാത്ത ദുഃഖം. ഇത് എന്ത് ഇതിനോട് സൗണ്ടിൽ അടിച്ച് പൊട്ടിക്കുവോ ഞാനിത്. ഇത് തീരുവില്ലേ മള്ളി ദുഃഖം? സൗണ്ടൊന്നുമില്ല, വെറുതെ 67 കിട്ടിയോളൂ. സൗണ്ട് കേൾക്കാവോ? നിർത്തിപ്പോടെ. ഞാൻ പുതുക്കിലോട്ട് വരും. ഇത് കഴിഞ്ഞ നിർത്തിയോടെ. എന്തെങ്കിലും പറഞ്ഞു ശശികൊക്കിന്റെ ലൈവ് അറിയാതെ എടുത്ത്. ശശികൊക്ക് ലൈവ് വന്നാ? ശശികൊക്ക് ലൈവ് വന്ന മള്ളി. അത് നിർത്തി. അതെ, അടുത്ത വന്ന സങ്കടം ഒന്നും പറഞ്ഞു. ടൈറ്റിലിന്റെ എല്ലാ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കോ പുള്ളിക്കാരി? കേക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ചേച്ചി ഇത് മേടിക്കണം തോന്നുന്നു ചേച്ചി. 15 പോയിന്റ്സ് എന്തോ മേടിക്കണം തോന്നുന്നു. എലി കേക്കുന്നുണ്ടെന്ന്. എലിന്റെ സൗണ്ട് കേക്കാമോ? ഓ മള്ളി വീരപ്പറേണ്ടി ഞാൻ ഇട്ടപ്പോ 10 രൂപ അയച്ചവനാണ്. അവിടെ 500 അയക്കുന്നു മള്ളി.
നീ അത് അടുത്ത് വന്നിട്ടുണ്ടോ? എന്നല്ലേ പറഞ്ഞത് അവൻ വന്നപ്പോ? ആ, പിന്നെ പിന്നെ ആ 10 രൂപയെങ്കിലും തന്നില്ലേ? അത് വലിയ കാര്യമാണത്. ഓണപ്പാട്ടിൻ പാടുന്നുള്ള ഇത് എന്നെ വിളിക്കുന്നു. ഹലോ Hello, Pazuna. We'll miss you and I love you. Bye. Goodbye. പട്ടിക്കൊക്കെ ഏറുകൊള്ളുമ്പോ ഇങ്ങനെ ആ ശബ്ദമല്ലേ നമ്മളെ ഏറ്റവും ലാസ്റ്റ് കേട്ടെ, കണ്ടില്ലേ? ഇത് കറക്റ്റ് അത് തന്നെ. ഹലോ തൊണ്ട എനിക്ക് നല്ല സംസാരിക്കാൻ വയ്യ. എടാ, ആ മള്ളി, വീണ്ടും എന്നെ വിളിച്ചിട്ട് വാസവണ്ണ ഐ ലവ് യു, ഐ മിസ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രശ്നമായിട്ടാ മനസ്സിലായോ? അണ്ണ അടുത്ത leave ഹാൻഡിൽ ചെയ്യണേ. ഇറ്റ്സ് ഓക്കെ അല്ലേ? നമ്മ ഇനിയിപ്പോ നമുക്ക് ഒന്നിക്കാന്നൊക്കെ പറഞ്ഞ ഈ ജന്മത്തിൽ ഇത് നടക്കൂല. നാരദ തമ്പിട്ട് അങ്ങനെയൊന്നുമില്ല മള്ളി. മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, നമ്മളൊന്നും പറയില്ലേ. എന്തെങ്കിലും അയക്കണമെങ്കിൽ അവൻ പറയിട്ടുണ്ടാവും. എല്ലാവർക്കും വെൽക്കം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം മള്ളി കുറച്ച് എന്തെങ്കിലും കുറച്ച് താല്പര്യം ഉള്ളതുപോലെ ഒന്ന് കാണിക്കാവോ? ഇല്ല എനിക്ക് പറ്റത്തില്ല. ഏതറ്റം വരെ വരും നോക്കാലോ മള്ളി. വേണ്ട. நாளாச்சு ரொம்ப நாளா பசங்களுக்காகவே இருந்த வாசு. கொஞ்ச நாள் உனக்காக வாழலாம், தப்பு இல்ல. ഹേയ് ഇല്ല കോച്ച്, ഇപ്പോഴും തലേന്ന് ടിവിയുടെ കാര്യങ്ങളൊന്നും ഇറക്കി വെക്കാൻ ഇപ്പൊ ബാബു ഉത്തരവാദിത്തത്തോടെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കോഹ്ലിയുടെ സ്ഥാനം എഴുതി കൊടുത്തിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു. പക്ഷെ അവനും ആക്റ്റീവ് ആവാൻ പറ്റണല്ലോ. അത് സാഹചര്യം കൂടെ. പക്ഷെ അടുത്ത മാസം ഞാൻ ആക്റ്റീവ് ആണ് മള്ളി. അതെ ഇപ്പൊ എന്തായാലും ഞാൻ പരിസ്ഥിതിക്ക് അടുത്ത മാസം എന്തായാലും മള്ളി ഞാൻ ഏകദേശം നല്ല ആക്റ്റീവ് ആണ്. അറിഞ്ഞാ മതി. 1 or 2 hour உன்னை கவனிச்சுக்கலாம், தப்பு இல்ல. வயசாயிடுச்சு, மேல பாத்து മള്ളി. അങ്ങനെ മള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവോ? ഞാൻ ആക്റ്റീവ് ആയ മള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവോ? ഉറപ്പായിട്ടും. അങ്ങനെ ചെയ്യണ്ട. മുടിഞ്ഞ പത്തേ ഉള്ളത്. വാ തിരിച്ചു വാ.